സംഭവിക്കാൻ പോകുന്നു, ലോകത്തിന് എന്തോ ഒരു മാറ്റം ഉണ്ടാകുന്നു, ലോകത്തിനൊരു അവസാനം ഉണ്ടാകുകയാണോ എന്ന ചിന്ത മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 തൊട്ട് ഭീകരമായ അനുഭവങ്ങൾ ഓരോ വർഷവും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് വേദനിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം കണ്ട് വല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. വിശുദ്ധ ബൈബിൾ പ്രമാണിക്കുന്ന വായിക്കുന്ന മനുഷ്യനറിയാം, ഇവിടെ നടക്കുന്ന പല പ്രതിസന്ധികളുടെയും പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഉണ്ടാകാൻ പോകുന്ന കാരണങ്ങൾ എന്താണെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ബൈബിൾ പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്കറിയാം ഇത് ഈ ഭൂമിയിൽ നടന്നേ പറ്റൂ എന്ന് നന്നായി മനസ്സിലാകും. ദുർഘടം പിടിച്ച ഒരു കാലയളവിലാണ് ഇവിടെ നിൽക്കുന്നത്, നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. എന്താണ് ദുർഘടം പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്? ഞാൻ വാക്കുകൾ ദീർഘമാക്കാനല്ല, ചില കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈട്ടിച്ചോടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്ര മനോഹരമായ ടാർ ചെയ്തിരിക്കുന്ന റോഡാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ ടോപ്പ് ഗിയറിലിട്ടാൽ ഈട്ടിച്ചുവട് വരെ വളമുണ്ടെങ്കിലും വളരെ വേഗത്തിൽ നമുക്ക് ഈട്ടിച്ചുവടിലെത്താം. എന്നാൽ ഈട്ടിച്ചുവടിൽ നിന്ന് സ്റ്റാൻഡിലേക്കുള്ള വഴി എത്ര ദുർഘടം പിടിച്ച വഴിയാണ്. ഓരോ കുഴിയും ചാടി ചാടി വേണം പോകാൻ. ചുരുക്കത്തിൽ അത് ദുർഘടം പിടിച്ച വഴിയാണ്. ഇന്ന് രാവിലെ നമ്മുടെ കയ്യിൽ കിട്ടിയ മലയാള മനോരമ പത്രം ഉൾപ്പെടെയുള്ള ദിനപത്രങ്ങൾ ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിലുള്ള വാർത്തകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നെങ്കിൽ അത് ദുർഘടം പിടിച്ച സമയമാണ്. എന്തിനേറെ പറയുന്നു, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ പിന്നിലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മദ്യം മയക്കുമരുന്നിന് അടിമയായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ സ്റ്റാൻഡിൽ എത്രയോ കടകളുണ്ട്, എത്രയോ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. എന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു നല്ല സ്റ്റോർ ഞാൻ കാണുന്നുണ്ട്. ആ സ്റ്റോറിൽ ധാരാളം സാധനങ്ങളുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നു ഗോതമ്പ് പൊടി കിട്ടും, അവിടെ റവ കിട്ടും, മിച്ചർ കിട്ടും, ബിസ്ക്കറ്റ് കിട്ടും. ആ ബിസ്ക്കറ്റിന്റെ മിച്ചറിന്റെ ഒക്കെ പാക്കറ്റിൽ ഒരിക്കലും എക്സ്പയറി ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ മറ്റൊന്നും എഴുതി വെച്ചിട്ടില്ല. എന്നാൽ അവിടെ ചെന്നിട്ട് അവിടെ ആ മിച്ചർ വാങ്ങിക്കുവാനായിട്ട് ഞാൻ ചെന്ന് ആ മിച്ചറിന്റെ ഒരു കവർ എടുത്ത് നോക്കുകയാണെന്ന് കരുതുക. ആ മിച്ചറിന്റെ കവറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കുക: ഈ മിച്ചർ ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വെച്ചാൽ ബുദ്ധിയുള്ള ഞാനോ ഇവിടെ നിൽക്കുന്ന ഒറ്റ ഒരാളോ അത് പണം കൊടുത്ത് വാങ്ങില്ല. എന്താ കാരണം? അത് ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ നമ്മുടെ പണം അതിന് ചെലവാക്കി മിച്ചർ കഴിക്കാൻ നമ്മൾ തയ്യാറല്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു സാധനവും വാങ്ങിച്ച് നമ്മൾ കഴിക്കാൻ തയ്യാറല്ല. എന്നാൽ ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയിരിക്കുന്ന ഒരു സാധനം ഇന്ന് മനുഷ്യൻ വാങ്ങിച്ച് ആർത്തിയോടെ കുടിച്ച് ഈ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖ വാർത്ത നമ്മെ വല്ലാതെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങളിൽ ദിനപത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടോ, ഒരു പിഞ്ചു കുഞ്ഞിനെ, ജനിച്ചിട്ട് അധിക നാളില്ലാത്ത കുഞ്ഞിനെ സ്വന്തം അപ്പൻ മദ്യലഹരിയിൽ വന്ന് കാലിൽ പിടിച്ച് പൊക്കിയെടുത്ത് ആ കുഞ്ഞിനെ നിലത്തടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ആ അമ്മ രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ മനുഷ്യനെതിരെ പരാതി കൊടുത്ത് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു. ആ സമയത്തും ആ മനുഷ്യൻ ചെയ്തിരുന്നത് മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു ആ കാര്യങ്ങൾ ചെയ്തിരുന്നത്. മദ്യം മനുഷ്യനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പിശാചിന് തുല്യമായിട്ട് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സുവിശേഷ ഭാഗങ്ങൾ കേട്ടതുകൊണ്ട് ഞാൻ അവിടെ കിടക്കുന്നില്ല. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മനുഷ്യന് ഒരു മോചനം ആവശ്യമാണല്ലോ. ആ ആവശ്യമായിരിക്കുന്നതിന് പിന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ വേണ്ടേ? ശ്രമങ്ങൾ വേണം. അവർ പക്ഷെ നിങ്ങൾ ചോദിക്കും, പ്രിയ സുഹൃത്തെ, ഇവിടെ അതിന് പോലീസ് സംവിധാനങ്ങളില്ലേ, നിയമ സംവിധാനങ്ങളില്ലേ, അവരൊക്കെ ഇതിനെ നന്നാക്കത്തില്ലേ? പക്ഷെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് ഒറ്റ വാക്കിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, പോലീസിനും നിയമങ്ങൾക്കും നന്നാക്കാൻ പറ്റാത്ത ഒത്തിരി ആളുകൾ എന്റെ പുറകിൽ നിൽപ്പുണ്ട്. എന്നാൽ അവരെ നന്നാക്കിയത് വിശുദ്ധ ബൈബിളാണ്. സ്തോത്രം. ഒരിക്കലും നന്നാകത്തില്ല എന്ന് കരുതിയ, നിയമങ്ങൾക്ക് നന്നാക്കാൻ പറ്റാതെയിരുന്ന, വ്യവസ്ഥകൾക്ക് നന്നാക്കാൻ പറ്റാതിരുന്ന, കുടുംബ വ്യവസ്ഥകൾക്ക് നന്നാക്കാൻ പറ്റാതിരുന്ന ചില പ്രിയപ്പെട്ടവർ എന്റെ പുറകിൽ നിൽപ്പുണ്ട്. അവർ ഇന്ന് സമൂഹത്തിൽ ഒരു കുഞ്ഞാടിനെ പോലെ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ പിന്നിലത്തെ കാര്യം അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിച്ചു. ആ മാറ്റത്തിന് കാരണമായ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതെ, ആ പുസ്തകം മറ്റൊന്നുമല്ല, ഉലകത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വിവിധ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ, സമ്പന്നനെയും ദരിദ്രനെയും വിദ്യാസമ്പന്നനെയും വിദ്യാഹീനനെയും ഒരുപോലെ സമൂഹത്തിന് മാറ്റം വരുത്തിയ ഉലകത്തിലെ ഏക പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് കവലയിലും നിന്ന് നാണം കൂടാതെ, ലജ്ജ കൂടാതെ ഞങ്ങൾക്ക് വിളിച്ചു പറയാനായിട്ട് പറ്റും. ആ തിരുവഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നു, മറ്റൊരുത്തരിൽ രക്ഷയില്ല. അങ്ങനാണെങ്കിൽ ഞങ്ങൾ അതെ ഉറക്കെ ഇന്ന് ഈ സമയം ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അസമാധാനമാണോ നിങ്ങളെ അലട്ടുന്നത്? ആ അസമാധാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം വിശുദ്ധ ബൈബിളിൽ വിശ്വസിക്കുക. വിശുദ്ധ ബൈബിളിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് രക്ഷയുണ്ട്, നിങ്ങളുടെ ഭവനത്തിന് രക്ഷയുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്. ദീർഘമായ സന്ദേശങ്ങൾ ഇവിടെ കേട്ടതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയ സ്നേഹിതരെ,
നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആ തകർച്ചയ്ക്ക് പരിഹാരം തരാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ ഈ വൈകിയ സമയം ഞങ്ങൾ ഈ ജംഗ്ഷനിൽ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ, പ്രാർത്ഥനാ സഹായം നൽകുവാൻ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ്. അതിനായി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു പാട്ട് ചേർന്ന് പാടിയതിനു ശേഷം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ആ അവസരത്തിൽ നിങ്ങളുടെ ഏത് പ്രശ്നമാകട്ടെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിന് ഇന്ന് ഒരു സമാധാനം ലഭിക്കും, ശാന്തി ലഭിക്കും. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. പാപപരിഹാരാർത്ഥം പാതകളെ തേടി പാരിടത്തിൽ വന്ന നാമം, പാപപരിഹാരാർത്ഥം പാതകളെ തേടി പാരിടത്തിൽ വന്ന നാമം, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേരിക്കിമ്പനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേരിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം, എന്നിൽ കനിഞ്ഞ
കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ സമയം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വൈകിയ സമയം ഈ ജംഗ്ഷനിൽ അങ്ങയുടെ നാമം ഉയർത്തുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ഇവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉപജീവന മാർഗങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഇവിടെ പാർക്കുന്ന എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും നന്മയും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. യാത്രക്കാരെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഈ ജംഗ്ഷനിൽ പോകുന്ന എല്ലാവരും ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെ കേട്ട ആരെങ്കിലും ഈ ദിവസങ്ങളിൽ മനസ്സ് തകർന്നവരായി, ഹൃദയം തകർന്നവരായി, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവരായി മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി ദൈവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ഈ ദേശത്തെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവ്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരൂ, ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, ഇന്നും നാളെയും കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, തലമുറ തലമുറ കൈമാറി തലമുറ തലമുറ കൈമാറി അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മാന്യ സ്നേഹിതർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള ഫിലദൽഫിയ സഭയെ നിങ്ങൾക്ക് സമീപിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.